ഇങ്ങോട്ട് മാന്യത കാട്ടിയാൽ തിരിച്ച് അതിനേക്കാൾ ഇരട്ടി കാട്ടും. ഇങ്ങോട്ടില്ലേ ലേശം പ്രതീക്ഷിക്കരുത്. ദേശീയപാത നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ PWD മിനിസ്റ്ററായ മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി അപമാനിച്ചിട്ട് ഞങ്ങളോട് മാന്യത കാട്ടിയില്ലെങ്കിൽ തിരിച്ച് എന്ത് കാട്ടുമെന്നല്ലേ ആ ഉദ്ഘാടനം നല്ല അന്തസ്സായിട്ട് ഞങ്ങളങ്ങ് നിർവഹിച്ചിട്ടുണ്ട്. ദേശീയപാതയുടെ തലപ്പാടി മുതൽ ചെങ്കളം വരെയുള്ള ആദ്യ റീച്ച്, ആ റീച്ചിന്റെ ഉദ്ഘാടനത്തിൽ നിന്നാണ് ദേശീയ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയെ ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ PWD മിനിസ്റ്ററായിട്ടുള്ള റിയാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഉദ്ഘാടനം നടത്തിക്കളയാമെന്ന് സംഘികൾ അങ്ങ് കരുതിയത്. അതിന് ഞങ്ങൾ അങ്ങ് സമ്മതിക്കുമോ? ദേ നോക്കിയേ, കാസർഗോഡ് തലപ്പാടി ചെങ്കള റീച്ചിന്റെ സമാന്തര ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാർ നടപടിക്കിടെ പ്രധാനമന്ത്രിയും കേരളത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നല്ല അന്തസ്സായിട്ട് ആ ഉദ്ഘാടനം അങ്ങ് നിർവഹിച്ചു. ഇനി വേണമെങ്കിൽ അതിൻ്റെ ഉച്ഛിഷ്ടം അല്ലെങ്കിൽ എച്ചിലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് നിങ്ങളുടെ വിശ്വ ഗുരുജിയെ കൊണ്ടുവന്നോളൂ. ഇത്രേ ഞങ്ങളെ കൊണ്ടങ്ങ് പറ്റുള്ളൂ. നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു എന്ന്. ഉദുമ MLA ആയിട്ടുള്ള CH കുഞ്ഞമ്പു നല്ല അന്തസ്സായിട്ട് അതങ്ങ് നിർവഹിച്ചു. ഇനി ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഉച്ഛിഷ്ടം വന്ന് വേണമെങ്കിൽ സംഘികൾ ചെയ്തിട്ടങ്ങ് പോയാൽ മതി. ഇതാണ് തിരിച്ചു തരാനുള്ള മാന്യത. അതാണ് തുടക്കത്തിലെ പറഞ്ഞത്, ഇങ്ങോട്ട് മാന്യതയുണ്ടോ തിരിച്ചുമുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സ്വന്തം നിലയ്ക്ക് BJP ക്രെഡിറ്റിന് ശ്രമിച്ചതാണ്. ഇപ്പോൾ എന്ത് വേണം? മാധ്യമങ്ങളിലൂടെ അതിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് നാട്ടുകാർ അറിഞ്ഞു. ഇനി രണ്ടാമത്തെ ഉദ്ഘാടനം ആര് വേണോ നിർവഹിച്ചോട്ടെ. നേരത്തെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 10 പൈസ ചെലവാക്കാതെ വന്ന് പത്രത്തിൽ ഫോട്ടോയും കൊടുത്ത് ഇതുപോലെ വന്ന് വിശ്വ കുരുജി ഉദ്ഘാടനം ചെയ്തിട്ട് പോയി. ആ ഉദ്ഘാടനത്തിലെ അന്തസ്സില്ലായ്മയും സംഘികൾക്ക് ന്യായീകരണമായിരുന്നു. ഇപ്പോൾ കാട്ടിയ അന്തസ്സില്ലായ്മയും സംഘികൾക്ക് ന്യായീകരിക്കാൻ മരുമോനാണ് എന്ന പ്രയോഗം ഉപയോഗിക്കുകയാണ്. അധിക്ഷേപിച്ചും പരിഹസിച്ചും എന്തെങ്കിലുമൊക്കെ അങ്ങ് മറിച്ചു കളയാമെന്ന് വിചാരിക്കുന്നിടത്താണ് ഇന്നിപ്പോൾ ഉദ്ഘാടനവും കഴിഞ്ഞ് റിയാസിന്റെ നേതൃത്വത്തിൽ ഒരു റോഡ് ഷോയും കൂടി നടത്തുന്നത്. ബാക്കി അവിടെ വന്നിട്ട് കുറച്ച് ക്യാമറ കവറേജിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അതെന്തോ ആയിക്കോട്ടെ, ഞങ്ങളുടെ പ്രശ്നമല്ല. 6000 കോടി രൂപ ഈ നാട്ടിൽ കടമെടുത്ത് ആ പണം ജനങ്ങൾക്ക് കൊടുത്ത് അതിലൂടെ സ്ഥലം ഏറ്റെടുത്ത് നൽകിയപ്പോഴാണ് അതിൽ ദേശീയപാത അതോറിറ്റി വന്നിട്ട് നിർമ്മാണം നിർവഹിച്ചത്. അപ്പോൾ ദേശീയപാത വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സംസ്ഥാന സർക്കാരാണ്. ആ സർക്കാരിനെ ഒഴിവാക്കി നിർത്തിയിട്ട് അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച പൊതുമരാമത്ത് മന്ത്രി അവഗണിച്ചിട്ട് നിങ്ങളുടെ ഉദ്ഘാടന ഷോ നടത്താമെന്നാണ് കരുതുന്നതെങ്കിൽ ഇത് കേരളമാണ്. ഇവിടെ സംഘികളുടെ ഒരു വിളച്ചിലും നടക്കില്ല. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് പോയി നിന്ന് പ്രവർത്തിക്കുന്നവരാണ് ഇടതുപക്ഷമെന്ന് സമാന്തര ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഇടതുപക്ഷം തെളിയിച്ചിരിക്കുകയാണ്.